ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു ഷെയ്ക്കാണെന്നും എന്തുകൊണ്ടുള്ള ഷെയ്ക്കാണെന്നും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ കളറും ടെക്സ്ചറും ഫ്ലേവറും ഒരു വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. മധുരം ഒട്ടും ചേർക്കാതെ കളറോ ഫ്ലേവറോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. മധുരം അത്യാവശ്യം പാകത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. ഈ ക്രീമി ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പെർസിമൺ ഫ്രൂട്ട് ഉണ്ടല്ലോ, 2 ആഴ്ച മുമ്പാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ അന്ന് വാങ്ങിച്ച സമയത്ത് എനിക്ക് മോനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഭയങ്കര മധുരപ്രിയന്മാരാണ്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഭയങ്കര ഒരു മധുരമാണ് ഈ ഒരു ഫ്രൂട്ടിന്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങ് ആ മധുരം വല്ലാതെ അങ്ങ് മത്ത് പിടിപ്പിക്കാൻ തോന്നി. അപ്പോൾ കഴിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പിന്നീട് ഒരുപാട് അങ്ങ് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ആൾ. അപ്പോൾ ഈ ഒരു പാത്രം നിറയെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കുറേയൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ മതിയായി തോന്നിയപ്പോൾ അത് അവിടെ അങ്ങനെ കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഏതായാലും അത് വെച്ചൊരു ഷെയ്ക്ക് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഷുഗർ കട്ട് ഡയറ്റൊക്കെ തുടങ്ങിയത് കാരണം പഞ്ചസാരയൊന്നും ചേർക്കാതെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് ബെസ്റ്റ്, കാരണം അത്രയും മധുരമുള്ള ഫ്രൂട്ടല്ലേ ഇത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ സംഭവം കിടുക്കനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതങ്ങനെ ആപ്പിൾ പോലെ തന്നെ കടിച്ച് തിന്നാറാണ് പതിവ്. തൊലിയൊന്നും കളയാറില്ല, കാരണം തൊലി അടക്കം നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൊലി അടക്കം കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ ഒരു തവണ ഇങ്ങനെ ഒരു പീസ് കടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ ഒരു മധുരം ഇഷ്ടമുള്ളവർക്ക് അത്രക്കും മധുരമാണ് കേട്ടോ. ഭയങ്കര സംഭവമാണ്. ഞങ്ങൾക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഏതായാലും ഞാനൊരു ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെറും ഈ ഒരു ഫ്രൂട്ടും പാലും അല്ലാണ്ട് ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ളത് ഞാനൊരു 3 ഫ്രൂട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാല് ഞാൻ നല്ല ഐസാക്കിയില്ല കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ചുമയും ജലദോഷമൊക്കെയാണ്. അപ്പോൾ അത് കാരണം ഞാൻ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇതേ മിക്സിയിലിട്ട് അടിച്ചു. ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ത്രില്ല് തോന്നും കേട്ടോ. കാരണം അതിൻ്റെ കളറിങ് അരഞ്ഞരഞ്ഞ് വരുമ്പോഴേക്കുണ്ടല്ലോ കളറ് കൂടി നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് വലിയവർക്ക് തന്നെ കാണുമ്പോൾ അതൊരു ഭയങ്കര രസം തോന്നി കേട്ടോ. പിന്നെ പിള്ളേരുടെ കാര്യം പറയണോ, നല്ല കളറായിട്ട് വന്നു കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ നോക്കൂ, നല്ല അടിപൊളി കളറല്ലേ. അപ്പോൾ ഞാൻ ഇത്ര തിക്കായിട്ട് എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം കുറയാതിരിക്കാനാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഇത് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള മധുരമുണ്ട്, കാരണം നമ്മൾ വേറെ എക്സ്ട്രാ മധുരം ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ മധുരം ചേർക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് കുടിക്കാൻ പാകത്തിന് മധുരമുണ്ട് കേട്ടോ. അതാണ് പറഞ്ഞത്, ഒട്ടും മധുരമോ കളറോ ഫ്ലേവറോ ഒന്നും ചേർക്കാണ്ട് അടിപൊളിയായിട്ടുള്ളൊരു ഷേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ആ ഒരു നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ സംഭവം കണ്ടല്ലോ, വെറും പാലും ഈ ഒരു ഫ്രൂട്ടും മാത്രം വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ എന്തായാലും സംഭവം കിഡിലനാണ്. എനിക്കും ഇഷ്ടപ്പെട്ടു, എൻ്റെ മോനും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.